السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. محترم उलमाए किराम, अजीज़ान मिल्लत और मुअज़्ज़िज़ माशाअल्लाह हम हमारे कुर्रतुस सादात सैयद फजल कोयम्मा तंगल साहब के याद में इधर जमा हुए हैं। और दूसरी अहम बात, माशाअल्लाह ये बेंगलुरु के मुख्तलिफ मोहल्लों के जिम्मेदार लोग इधर आकर हम लोग गवाह हुए हैं। हर एक माशाअल्लाह अहलुल हल्ल वल अक़्द के नुमाइंदगी करते हुए वल्लैतु का कालियन अला क़रियती कज़ा व कज़ा नियाबतन अन अहलिल हल्ल वल अक़्द फी तिलकल क़रिया, ये ऐलान किया है, बैयत किया है। आज बेंगलुरु के तारीख में माशाअल्लाह दिस नाइट इट इज ए वेरी गोल्डन नाइट, हमारे लिए काबिले शरफ की बात है। अल्लामा सुल्तानुल उलमा ग्रैंड मुफ्ती ऑफ इंडिया बेंगलुरु के माशाअल्लाह काजी बन गए हैं। हम दिल की गहराई से दुआ कर रहे हैं ये काजी के ओहदा सुबहान अल्लाह अच्छी तरह आगे बढ़ा के एक काजी की हैसियत में बेंगलुरु के लिए जो कुछ करने की जिम्मेदारी अभी हजरत ने अपने हाथ में ले लिए हैं, पूरे के पूरा वो नाफिजुल अमल कामयाबी के साथ आगे बढ़ाने के लिए अल्लाह सुब्हान व तआला ग्रैंड मुफ्ती को काजी बेंगलुरु को तौफीक रफीक अता फरमाए। Let me switch over to Malayalam because you know I think the majority of the audience they are only speaking Malayalam. When these gentlemen they delivered their speech in Kannada, I was searching the token or the signs on their face. I fully understood that many of them cannot understand what is delivered here in Kannada. Also हमारे तनवीर अल्लामा पर तनवीर साहब क़िबला और सीएम इब्राहिम साहब कभी कभी उर्दू में बात किया इधर, उस वक्त भी मैंने वो चेहरा ढूंढ रहे थे कि तमाम लोग समझते या नहीं समझते। भारी अक्सरियत तो समझते हैं, फिर भी वो मलयालम में जैसे समझ सकता है उसी अंदाज में नहीं समझ। इसलिए मैं मुख्तसर अंदाज में 10 मिनट से ज्यादा बोलने वाला नहीं हूं। यू आर नॉट अफ्रेड, डरने की कोई बात नहीं। हजरात, मेरे पहले सवाल, നമ്മുടെ നാട്ടിന് വേണ്ടി ഡോക്ടർ ഉണ്ടാകണം, നമുക്ക് വീടുകൾ ഉണ്ടാക്കാൻ, പള്ളികൾ ഉണ്ടാക്കാൻ, സ്കൂളുകൾ ഉണ്ടാക്കാൻ, പാലങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് എഞ്ചിനീയർമാർ വേണം. ഡോക്ടർ ഉണ്ടാകേണ്ടതിന്റെ ഹുക്മ് എന്താണ്? മാദാ തഖൂലു ശരീഅത്തുൽ ഇസ്ലാമിയ്യ അൻ ഹുക്മി ഇൻശാഇ तबीब, डॉक्टर बनाने की हुक्म शरीयत इस्लामिया में क्या है? इंजीनियर बनाने के हुक्म शरीयत इस्लामिया में क्या है? उलमा ने मुत्तफिक तौर पर ये फैसला किया है फर्ज किफाया, ഇത് ഫർള് കിഫായയാണ്. രോഗികളെ ചികിത്സിക്കണമെങ്കിൽ ഡോക്ടർമാരുണ്ടാകൽ
അത് ഫർള് കിഫായയാണ്. വീടുണ്ടാക്കാൻ, മസ്ജിദ് ഉണ്ടാക്കാൻ, സ്കൂൾ ഉണ്ടാക്കാൻ, പാലമുണ്ടാക്കാൻ, അത്തരം വിഷയങ്ങൾക്ക് എഞ്ചിനീയർമാരെ ഉണ്ടാക്കൽ ഫർള് കിഫയാണ്. എന്നാൽ അതുപോലെ കേൾക്കുക എല്ലാവരും. 42 മഹല്ലിന്റെ പ്രതിനിധികളാണ് ഇവിടെ വന്നുകൊണ്ട് സുൽത്താനുലുലമയോട് നിങ്ങളെ ഞങ്ങൾ ഖാദിയായി ബയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത്. എന്നാൽ MS പാളയത്ത് നിന്ന് ബഹുമാനപ്പെട്ട കോയ സാഹിബ് വന്നുകൊണ്ട് പറഞ്ഞത്, ഞാൻ 2014 തന്നെ ഉസ്താദ് അവർകളെ ആ മഹല്ലിന്റെ ഖാദിയായി ബയ്യത്ത് ചെയ്തിട്ടുണ്ട്, അത് ഇനിയും തുടരുന്നതാണ് എന്ന് അദ്ദേഹവും പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഈ 42 മഹല്ലിന്റെ ഭാരവാഹികൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു ഖാദി ഉണ്ടാകേണ്ടതിന്റെ ഹുക്മ്, ഒരു ഖാദിയെ നിശ്ചയിക്കേണ്ടതിന്റെ ഹുക്മ് അത് ഫർള് കിഫയാണ്. നമുക്ക് ഡോക്ടർമാർ വേണം, എഞ്ചിനീയർമാർ വേണം, അധ്യാപകന്മാർ, ടീച്ചേഴ്സ് വേണം. അവരൊക്കെ ഉണ്ടാക്കാനുള്ള സ്കൂളുകൾ വേണം, കോളേജുകൾ വേണം, ആശുപത്രികൾ വേണം. ഇതൊക്കെ ഉണ്ടാക്കൽ ഫർള് കിഫയായതുപോലെ ജനങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ മതപരമായ രീതിയിൽ അത് പരിഹരിക്കേണ്ട ഖാദിമാർ ഉണ്ടാകലിന്റെ ഹുക്മ് ഫർള് കിഫയാണ്. അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ അവർ അക്രമം കാണിക്കുമ്പോൾ അക്രമത്തിന് ഇരയായ ആളുകൾക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ഖാദിമാർക്കാണ്. ആ ഖാദിമാരുണ്ടാകേണ്ടത് ഫർള് കിഫയാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാതാകുമ്പോൾ ന്യായം എന്താണ്, നീതി എന്താണെന്ന് പറഞ്ഞുകൊണ്ട് അന്യായം കാണിക്കുന്നവരോടത് പറഞ്ഞു മനസ്സിലാക്കി അവർക്ക് ന്യായം വാങ്ങിക്കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ഖാദിമാർക്കാണ്. അതുകൊണ്ട് തന്നെ ഖാദിയെ നിയമിക്കുക എന്നത് ഫർള് കിഫയാണ്. അതേസമയം ഖാദി ആകലിന്റെ ഹുക്ം എന്താണ്, അതും കൂടി ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഖാദി ആകുന്നത് ചിലപ്പോൾ ഹറാമായിട്ട് വരും, ചിലപ്പോൾ വാജിബായിട്ട് വരും, മറ്റ് ചിലപ്പോൾ കറാഹത്തായിട്ട് വരും, മറ്റ് ചിലപ്പോൾ മുബാഹായിട്ട് വരും. ഈ സന്ദർഭങ്ങളും നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. काजी को बनाना फर्ज किफाया है, लेकिन कोई आदमी खुद काजी होने का हुक्म है क्या है, कभी हराम होता है, कभी वाजिब होता है, कभी मुबाह होता है, कभी मकरूह होता है. कोई नादान आदमी आके, कोई अनपढ़ आदमी आके मुझे काजी बनाओ या फिर मैं काजी हूं बोले तो हराम होता है. अगर एक ही आदमी ओनली वन इज एलिजिबल फॉर काजी, नोबडी एल्स एलिजिबल फॉर काजी, देन ही शुड, फिर मैं काजी हूं बोले तो हराम होता है. अगर एक ही आदमी ओनली वन इज एलिजिबल फॉर काजी, नोबडी एल्स एलिजिबल फॉर काजी, then he should take the responsibility of the qazi, then it becomes wajib. ഒരാൾ മാത്രമേ അതിന് യോഗ്യനുള്ളൂ എങ്കിൽ അവിടെ അദ്ദേഹം ഖാദിസ്ഥാനം ഏറ്റെടുക്കൽ മാത്രമല്ല, ചോദിച്ചു വാങ്ങൽ നിർബന്ധമാണ്. അതേസമയം തീരെ യോഗ്യനല്ലാത്ത ആള് ഞാൻ ഖാദിയാണെന്ന് പറയലും എന്നെ ഖാദിയാക്കണം എന്ന് പറയലും അത് രണ്ടും ഹറാമാണ്. അതേസമയം താനാണ് ഖാദിയാകാൻ കൂടുതൽ യോഗ്യത, അത്ര തന്നെ യോഗ്യതയില്ലാത്തവരുണ്ടാകും. അവര് വന്നാൽ ഒരു പക്ഷേ കാര്യങ്ങൾ വേണ്ട രീതിയിൽ നടക്കൂല എന്ന് മനസ്സിലാകുമ്പോൾ അവിടെ ഖാദിയാകൽ സുന്നത്താണ്. ഒരേപോലെ യോഗ്യതയുള്ള ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ ആർക്കും ഖാദിയാകുക എന്നത് മുബാഹാണ്. പ്രിയപ്പെട്ടവരെ, അതേസമയം സ്ഥാനമാനത്തിന് വേണ്ടി ഞാൻ ബംഗളൂരു ഖാദിയാണ് എന്ന് പറയാൻ വേണ്ടി, ഞാൻ മൈസൂര് ഖാദിയാണ് എന്ന് പറയാൻ വേണ്ടി ആ സ്ഥാനം മാത്രം ലക്ഷ്യമാക്കിയിട്ട് ഒരാൾ ഖാദിയാകാൻ പോയാൽ അയാൾ യോഗ്യനാണെങ്കിൽ അത് കറാഹത്തുമാകും. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വന്ന 42 മഹല്ലിന്റെ പ്രതിനിധികൾ
മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അടുത്ത വിഷയം പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ പോകുന്നത്, ഒരു ഖാദിയെ നമ്മൾ ബൈഅത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡ്യൂട്ടി എന്താണ്? പരിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ നിങ്ങൾ, ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അള്ളാഹുവിന്റെ റസൂലിനെ ഖാദി എന്ന പൊസിഷനിൽ അവതരിപ്പിക്കുന്ന ആയത്തുകളിൽ ഒരായത്താണ്. ഒരു ഖാദി അവരോധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ഖാദിയുടെ തീരുമാനത്തിന് വേണ്ടി നമ്മൾ ആ ഖാദിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഖാദി എടുക്കുന്ന തീരുമാനം ആ ഖാദിയെ ബൈഅത്ത് ചെയ്തവർ, ഖാദിയെ അംഗീകരിക്കേണ്ടവർ നിർബന്ധമായും അംഗീകരിക്കണമെന്നും ആ ഖാദിയുടെ വിധിയെ സംബന്ധിച്ച് മനസ്സിൽ പോലും വിയോജിപ്പുണ്ടാകാൻ പാടില്ല എന്നും ഈ പറയപ്പെട്ട ഖുർആൻ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം പറഞ്ഞു നിർത്തട്ടെ, പറയാൻ ഒരുപാടുണ്ട്. बहुत कुछ बोलने का है, लेकिन आखिर में मैं 3 काजियों के बारे में हदीस शरीफ में क्या इरशाद गिरामी दिया उसके बारे में भी इशारा देते हुए खत्म करता हूं. एक मर्तबा सरकार दो आलम सल्लल्लाहु अलैहि वसल्लम ने फरमाया, अल कुलातु सलासा, देयर आर 3 काइंड्स ऑफ काजीज. 3 नबीयत के काजी लोग हैं. काजियानी फिन्नार, वो 2 नबीयत के 2 किस्म के काजी दोज़ख में है, जहन्नमी है. बस एक ही नबीयत के काजी वो जन्नती है. सरकार ने तफसील से बयान किया, रजुलुन रजुलुन अरफल हक़ व क़ज़ा बिही फहुव फिल जन्नह. काजी आलिम है और अपने इल्म के मुक्तजा पे उन्होंने अपने सामने पेश किया गया मसाइल में उन्होंने फैसला किया, वो काजी जन्नती होता है. 3 തരം കാളിമാരുണ്ട്. അതിൽ 2 തരം കാളിമാരും നരകവാസികളാണ്. 1 തരം കാളി മാത്രമേ സ്വർഗാവകാശിയായി ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു, നന്നായി പഠിച്ച് നല്ല ഇൽമുള്ള ഖാദി, ആ പഠിച്ച ഇൽമനുസരിച്ച് മാത്രം വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന ഖാദിയാണെങ്കിൽ ഫഹുവ ഫിൽ ജന്ന, ആ ഖാദി മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. വറജുലുൻ അറഫൽ ഹഖ വലം യഖ്ളി ബിഹി വജാറ ഫീ ഹുക്മിഹി. അറിവ് നല്ലതുപോലെയുണ്ട്, നല്ല വിവരമുണ്ട്, ശരിയായ വിധി എന്താണ് എന്നറിയാം, പക്ഷേ പഠിച്ചതിനെതിരായിട്ട് വിധിക്കുന്ന ഖാദിയാണ് എങ്കിൽ ഫഹുവ ഫിന്നാർ, അത് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഖാദിയാണ്, അയാൾ നരകത്തിൽ പോകേണ്ടതാണ്. 3ാമത്തെ ഖാദിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേട്ടാൽ ഇന്നത്തെ അധിക ഖാദിമാരും ആ തരത്തിൽപ്പെട്ടതാണോ എന്ന് സംശയിക്കേണ്ടി വരും. വറജുലും ലം യഅരിഫിൽ ഹഖ വഖളാ അലാ ജഹ്ലിഹി ബൈനന്നാസ്. വിവരമില്ല, പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഖാദിയായി ഞാൻ മതി എന്ന് പറഞ്ഞ് ആ ജഹാലത്തനുസരിച്ചുകൊണ്ട് വിവരമില്ലാതെ ഖളാ നടത്തുന്ന ഖാദി ഫഹുവ മിൻ അഹ്ലിന്നാർ. दूसरा काजी ओ है, उसको सुभान अल्लाह इल्म तो बहुत है, लेकिन पैसा के ऊपर परिंदा भी नहीं जाते हैं. वो पैसा के बिना पर सच्चाई के खिलाफ कजा देता है, वो अहलुन्नार जहन्नमी है. तीसरा अनपढ़ है, नादान है, जाहिल है, लेकिन लोगों के दरमियान में काजी के उहदे पर मैं काजी बोल के बैठता है, फिर जहालत पर फैसला देता है, ये काजी भी जहन्नमी है. खत्म करता हूं हज़रात. आई एम गोइंग टू कंक्लूड माई स्पीच इन ए नटशेल. व्हाट आई हैव टोल्ड यू, द ऑफिस ऑफ ए काजी इज ए ग्रैंड ऑफिस. इट इज नॉट एनी काइंड ऑफ गेम.
It is not like a cricket game or any other game. It is very serious one. That's why Qazi should be a very big scholar, very prominent scholar, very deep in his knowledge, and also he should be courageous to decide whatever case come to for his consideration with truth and with his knowledge. Then only he become among Ahlul Jannah. खुलासा ये है काजी के ऑफिस और जिम्मेदारी बहुत संगीन है, भारी जिम्मेदारी है। माशाअल्लाह शेख साहब को, सुल्तानुल उलमा को हमारे काजी की हैसियत में अल्लाह सुब्हानहू व तआला ने हमको ये काबिले शरफ की बात की सुनहरा मौका दिया है। अल्लाह सुब्हानहू व तआला हजरत को ज्यादा ज्यादा तौफीक रफीक अता फरमाए और हमारे सईद कुर्रतुस सादात के बुलंद दर्जा अल्लाह सुब्हानहू व तआला बुलंद करे। आम तमाम लोगों को सरकार दो आलम सल्लल्लाहु अलैहि वसल्लम के साथ जन्नतुल फिरदौस में जमा होने के तौफीक रफीक से अता फरमाए। व आखिरु दावाना अनिल हम्दुलिल्लाहि रब्बिल आलमीन व मा अलैना इल्लल बलाग। वस्सलामु अलैकुम व रहमतुल्लाहि व बरकातहू।